അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദുഃഖവാർത്ത. ഇനി സഫ ഓർമ്മ മാത്രം. സഫയെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു 2 വർഷത്തിൻ്റെ മുമ്പ് റിഫയെക്കുറിച്ചാണ് ഓർമ്മ വരുന്നത്. റിഫ ആരായിരുന്നു? റിഫ ഒരു സ്വപ്നമാണ്, ഒരു ചിരി, ഒരു മകൾ, ഒരു ഉമ്മ. അവൾ ജീവിതം വിശ്വസിച്ച്, ഭർത്താവിനെ വിശ്വസിച്ച് അവൾ കുടുംബത്തെ കാക്കാൻ ശ്രമിച്ചു. അവൾ സഹിച്ചു, മിണ്ടാതെ സഹിച്ചു. അവൾ കരഞ്ഞു, ആരും കേട്ടില്ല. അവളുടെ കുഞ്ഞ് ചെറുതായിരുന്നു. ഉമ്മയുടെ നെഞ്ചിൽ തലവെച്ച് ഉറങ്ങേണ്ട പ്രായം, ഉമ്മയുടെ കൈ പിടിച്ച് നടക്കേണ്ട പ്രായം. പക്ഷേ ഒരു ദിവസം റിഫ വാർത്തയായി, ദുഃഖവാർത്ത. ഒരു കുഞ്ഞിൻ ഉമ്മയില്ലാതെയായി, ഒരു വീട്ടിലെ വെളിച്ചമില്ലാതെയായി. റിഫയുടെ വാപ്പ ഇന്നും ജീവിച്ചിരിക്കുന്നു, പക്ഷേ ഉള്ളിൽ തകർന്നവനായിട്ടാണ്. ഓരോ ദിവസവും ഖബറിലേക്ക് പോകുന്നു, മണ്ണ് തൊടുന്നു, കണ്ണീര് വീഴുന്നു. മകളെ മാപ്പ്, മകളെ മാപ്പ് എന്ന് കരയുന്നു. ആ മണ്ണ് നനയുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണീർ കൊണ്ടാണ്. ആ കാഴ്ച കണ്ടാൽ കല്ല് പോലും കരഞ്ഞു പോകും. സഫ ആരാണ്? സഫ സഫ എല്ലാവരും സഫയോട് അല്ലേ, സഫം എല്ലാം കേട്ടിരുന്നു. റിഫയുടെ കഥ, വാപ്പയുടെ കരച്ചിൽ. എല്ലാവരും പറഞ്ഞു മെഹനു ശരിയല്ല, പോകരുത് എന്ന്. പക്ഷേ സഫ പറഞ്ഞു, ഞാൻ മാറ്റാം, അവൻ നല്ലവൻ. അവൾ പോയി. ഇന്ന് സഫയുടെ കണ്ണിൽ കണ്ണീരാണ്, സഫയുടെ ഹൃദയം ഭാരമുള്ളതാണ്. അവളിപ്പോൾ തിരിച്ചറിഞ്ഞു റിഫ പറഞ്ഞത് സത്യമാണ്. ഇപ്പോൾ ചിലർ പറയുന്നു, റിഫ എത്രയാണ് റിഫയെ അവളെ വേദനിപ്പിച്ചത്. ഇത് സത്യമാണ്. സഫ ഇറങ്ങി വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് തലക്കെട്ടിങ്ങനെയായിരുന്നു, ദുഃഖവാർത്ത, സഫയിനി ഓർമ്മ മാത്രം. ഇത് കേൾക്കേണ്ടി വരാതിരുന്നത് നമ്മുടെ ഭാഗ്യം. ഒരു പേരു കൂടി നാം മറക്കാൻ പാടില്ല, മെഹനു. ലഹരി, കോപം, അപമാനം. ഇത് സ്നേഹമല്ല, ഇത് ഭീഷണി. ഇനി 3ാമതൊരു വിവാഹം എന്ന വാർത്ത. ഇനി ആരുടെ ജീവിതം, ഇനി ആരുടെ കണ്ണീർ. സഫ തെറ്റില്ലാത്തവളോ? അവൾ തെറ്റായ തീരുമാനമെടുത്തവളാണ്. പക്ഷേ ജീവിക്കാൻ തിരിച്ചു വന്നത് അവളുടെ ധൈര്യം. അവൾ ഇറങ്ങി വന്നില്ലെങ്കിൽ ഇന്ന് നമ്മൾ കരഞ്ഞു നിൽക്കേണ്ടി വരുമായിരുന്നു. റിഫ നമ്മെ പഠിപ്പിച്ചത്, മിണ്ടാതെ സഹിച്ചാൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. സഫ നമ്മെ പഠിപ്പിച്ചത്, ഇറങ്ങി വരാം, ജീവിക്കാം. ഇനി ഒരു പക്ഷേ പ്രത്യേകമായൊരു അപേക്ഷ, റിഫയുടെ ഖബർ ഓർക്കും, വാപ്പയുടെ കരച്ചിൽ ഓർക്കണം, കുഞ്ഞിൻ്റെ ശൂന്യമായ കൈകൾ നാം എല്ലാവരും ഓർക്കണം. സഫയെ കുറ്റപ്പെടുത്തരുത്, അവളെ സംരക്ഷിക്കുക. മെഹനു പോലുള്ളവരുടെ ജീവിതത്തിൽ ആരും ഇനി വീണ് നശിക്കരുത്. ഇന്ന് ഞാൻ പറഞ്ഞത് വാർത്തയല്ല, വന്നേനെ എന്ന വാർത്ത. അതുകൊണ്ട് ചിന്തിക്കൂ, വേഗത്തിൽ വിശ്വസിക്കരുത്, മാറും എന്ന് കരുതി ജീവിതം കളയരുത്. ഇനി ഒരു റിഫ വേണ്ട, ഇനി ഒരു സഫ, ഇനി ഓർമ്മ മാത്രം വേണ്ട. ജീവിതം പൊരുതാനുള്ളതാണ്, ജീവിക്കാനുള്ളതാണ്. നമുക്ക് ഇനി ദുഃഖവാർത്തകൾ കേൾക്കേണ്ടി വരാതിരിക്കട്ടെ. റിഫയുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ.